എനിക്ക് 10 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്കിപ്പോൾ ഒരു മോനുള്ളത്. ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേനും ഒരു ആൺകുഞ്ഞിനെ ഈശോ തരുമെന്നതിനോട് ദൂത് ഇങ്ങോട്ട് പറയുക ചെയ്തത്. അതുപോലെ തന്നെ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആദ്യം ആയപ്പോഴും ഞാൻ ക്യാരിങ് ആയത്. എനിക്ക് അന്ന് ദൂത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ശരീരത്തൊരു എന്താ പറയാ, ഒരു വൈബ്രേഷൻ പോലെയോ അങ്ങനെ എന്തോ എനിക്ക് തോന്നിയായിരുന്നു. ബ്രദർ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തടയണ പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഇല്ല, സംഭവം അവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഈശോ തന്നെ എനിക്കത് മാറ്റിയെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സാക്ഷ്യമായിരിക്കുന്നത് ശാരദ സിസ്റ്ററാണ്. പറയാമോ സിസ്റ്റർ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തലയോലപ്പറമ്പ് വടകരയിൽ നിന്നാണ് വരുന്നത്. വടകര തലയോലപ്പറമ്പിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. സിസ്റ്ററിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനേക സാക്ഷ്യങ്ങളുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങളാണ് സിസ്റ്റർ പറയാൻ ആഗ്രഹിക്കുന്നത്. പറയാമോ സിസ്റ്റർ, എന്ത് പ്രയാസത്തോടാണ് നമ്മുടെ ചർച്ച വരുന്നത്? ജനുവരിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നു. അപ്പൊ ബ്രദർ എന്നോട് ദൂത് പറഞ്ഞു. ഓക്കെ. എന്തായിരുന്നു സിസ്റ്റർ നേരത്തെ ഉണ്ടായിരുന്ന പ്രയാസം? എനിക്ക് യൂട്രസിന്റെ ഈ ഭാഗത്തായിട്ട് എനിക്ക് വേദന ഉണ്ടായിരുന്നു. യൂട്രസിന്റെ ഒരു വശത്തായിട്ട് വേദന ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ പോളിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തായിരുന്നു. അപ്പം അതിന്റെ വേദന ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ വേദന ഉണ്ടായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞിരുന്നത്? അത് സർജറി വേണോന്ന് പറഞ്ഞോ? ഇല്ല, മരുന്ന് കഴിച്ച് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരുന്ന് കഴിച്ചാലേ മാറത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം ആ സിസ്റ്ററിന് ആ പ്രയാസം, ആ യൂട്രസിൽ പോളിപ്പ് ഉണ്ടായിരുന്നത് കാരണം എന്ത് പ്രയാസം സിസ്റ്ററിന് ഉണ്ടായിരുന്നു? നടക്കാനും ഇരിക്കാനും ഒക്കെ പ്രയാസം ഉണ്ടായിരുന്നോ? ഇവിടെ നടക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇടയ്ക്കൊക്കെ വേദന വരും. ഇടയ്ക്കിടയ്ക്ക് വേദന വരും. അപ്പൊ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് ഇതിന് ഇങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് ഞാൻ ഈ ഇവിടെ കൈ വെച്ചിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ബ്രദർ എന്നെ വിളിച്ചിട്ട് ദൂത് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ പോളിപ്പ് പോലെ ഉണ്ട്, പിന്നെ ഈ ബ്രസ്റ്റിന്റെ ഇവിടെ ഒരു ചെറിയ തടുപ്പുണ്ട്. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു. ബ്രസ്റ്റിൽ എന്തായിരുന്നു പ്രയാസം? അവിടെ ചെറിയൊരു തടിപ്പ് പോലെ തടിപ്പുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ കണ്ണിന് ഇങ്ങനെ ഈ സൈഡിലായിട്ട് ഒരു പെടപ്പ് പോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഒരു പെടപ്പ് പോലെ വരും. വലത് കണ്ണിന്റെ മുകളിലായിട്ട് പെടപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ഞരമ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നം കൊണ്ട് കണ്ണിന് ചെറിയ മങ്ങലുണ്ടെന്ന് ബ്രദർ പറഞ്ഞു. അപ്പൊ ഞാനത് എനിക്കപ്പൊ ശരിയാന്ന് തോന്നി. കണ്ണിന് ചെറിയ മങ്ങലും ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ പെടപ്പും ഉണ്ട്. ഞാൻ ഈ ബ്രദർ പറഞ്ഞപ്പോഴാണ് ശരിക്കും കണ്ണിന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിന്നെ ആ കണ്ണിന്റെ പ്രശ്നവും ഇല്ല, ആ മങ്ങലും മാറി, ഇവിടുത്തെ ഈ തടുപ്പ് മാറി. ഞാൻ കുറെ ചെക്ക് ചെയ്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞൊക്കെ നോക്കിയിട്ടൊന്നും ആ തടിപ്പ് അവിടെ ഇല്ല. പിന്നെ ഈ സൈഡിലുള്ള വേദന എനിക്ക് മാറി. പിന്നെ ആ വേദന എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, ഞാൻ മാറിയെന്ന് തന്നെ അങ്ങ് വിശ്വസിക്കുവാണ്. പ്രാർത്ഥിച്ചപ്പോ ഈശോ എനിക്ക് മാറ്റി തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. എനിക്ക് എങ്ങനെ അറിയാം അത് മാറിയെന്ന്? കാരണം ഇത് ബ്രസ്റ്റിലുള്ള മുഴയാണെങ്കിലും കണ്ണിനുള്ള ആ ഞരമ്പിന്റെ ആ പ്രയാസമാണെങ്കിലും മാറിയത് എനിക്ക് എങ്ങനെ മനസ്സിലായി? അതുകൊണ്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ എന്തായിരുന്നു? എനിക്കിപ്പോ കണ്ണിന് ആ പെടപ്പ അങ്ങനെയുള്ളതൊന്നും തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. എനിക്ക് അങ്ങനെ വന്നിട്ടേ ഇല്ല. എന്നാണ് ലാസ്റ്റ് പ്രാർത്ഥിച്ചത്? ബ്രദർ എന്നാണ് പ്രാർത്ഥിച്ചത്? ജനുവരിയിലെ ടൗൺ ഹാളിലെ മീറ്റിംഗിൽ വന്നപ്പോഴാണ് പ്രാർത്ഥിച്ചത്. ജനുവരിയിലെ ടൗൺ ഹാളിലെ മീറ്റിംഗിലാണ് പ്രാർത്ഥിച്ചത്. ഓക്കെ. ഏകദേശം ഒരു 6 മാസത്തോളമായി. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പിന്നെ 2 മീറ്റിംഗിൽ എനിക്ക് വരാൻ പറ്റിയില്ല, ലീവ് കിട്ടാത്തത് കൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് സാക്ഷ്യം പറയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് മാറിയിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നുള്ള എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ലീവ് ഒരുപാടായത് കൊണ്ട് എനിക്ക് വരാൻ പറ്റാഞ്ഞോണ്ടാണ് വരാഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഈ 5-6 മാസമായിട്ട് ആ കണ്ണിലെ പെടപ്പ് പിന്നെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ബ്രസ്റ്റിലെ മുഴ ഇല്ല. ഞാൻ ഒത്തിരി ചെക്ക് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും കാണുന്നില്ല. അത് പുറത്ത് തള്ളി നിൽക്കുന്ന വിധത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ തടയുന്നത് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ പറഞ്ഞെങ്കിലും ബ്രദർ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ എനിക്ക് തടയണ പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഇല്ല, സംഭവം അവിടെ ഇല്ല. വീട്ടിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ആ മുഴ തടയുന്നത് അറിയാനില്ല. ആമേൻ. കൈകളെ തട്ടി എല്ലാവരും ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാൽ. അതുപോലെ പറഞ്ഞ 3ാമത്തെ കാര്യം യൂട്രസിലെ പോളിപ്പിന്റെ സാന്നിധ്യവും അത് കാരണം ഉണ്ടായിരുന്ന വേദനയുമാണ്. ആ വേദന ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയോ? വേദന ഇപ്പൊ എനിക്ക് വേദനയില്ല. ഹോസ്പിറ്റലിൽ പോയൂല്ല. പിന്നെ പ്രയാസം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആശുപത്രിയിൽ പോയതുമില്ല. ആമേൻ. കരങ്ങളെ തട്ടി എല്ലാവരും ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാൽ. പിന്നെ എനിക്കൊരു വലിയ കാര്യം പറയാനുള്ളത്, ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം എനിക്ക് 10 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്കിപ്പോൾ ഒരു മോനുള്ളത്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഈശോ തന്നെയാണ് എനിക്കത് മാറ്റിയെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്.
അതിനേക്കാൾ വലിയൊരു അത്ഭുതം മകൻ ഉണ്ടായത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് മോനുണ്ടായത്. 10 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. മരുന്നൊക്കെ ഞാൻ ഒരുപാട് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മരുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനോടൊപ്പം തന്നെയാണ് എനിക്കത് ശരിയായി കിട്ടിയത്. മോനെ കൊണ്ട് ഞാൻ വരാറുണ്ട്. ഇന്നിപ്പോ കൊണ്ടുവന്നില്ല. ഞാൻ വരാറുണ്ട്, മീറ്റിംഗിൽ വരുമ്പോ മോനെ കൊണ്ടുവരാറുണ്ട്. മോനിപ്പോ എത്ര വയസ്സുണ്ട്? മോനിപ്പം 6 വയസ്സ് കഴിഞ്ഞു, 7ാമത്തെ വയസ്സാകുന്നു. 7ാമത്തെ വയസ്സാണ്. അതായത് 7 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു അത്ഭുതമാണ്. 10 കൊല്ലം എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ നമ്മുടെ മീറ്റിംഗിന് ഒന്ന് ഇതുപോലെ ബ്രദർ എന്നോട് ദൂത് പറഞ്ഞു, ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേനും ഒരു ആൺകുഞ്ഞിനെ ഈശോ തരുമെന്ന് എന്നോട് ദൂത് ഇങ്ങോട്ട് പറയുക ചെയ്തത്. അതുപോലെ തന്നെ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആദ്യം ആയപ്പോൾ ഞാൻ ക്യാരിങ് ആയത്. അപ്പൊ അത് ബ്രദർ പറഞ്ഞ പോലെ തന്നെ എല്ലാം സംഭവിച്ചപ്പോൾ ഞാൻ ശരിക്കും വിശ്വസിച്ച് ഈശോ എനിക്ക് കുഞ്ഞിനെ തന്നതാണെന്നും ഈ അസുഖം മാറ്റിയത് ഈശോയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈശോന്റെ അസുഖം മാറ്റിയെന്ന് വിശ്വസിക്കുന്നു. കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയാം. സിസ്റ്റർ പറയുന്നത് 7 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു മേജർ സാക്ഷ്യം സിസ്റ്ററിന്റെ മുമ്പിലുണ്ട്. 10 കൊല്ലത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നു. എന്നാൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. ബ്രദർ പറഞ്ഞിരുന്നു അങ്ങനെയല്ലേ? ബ്രദർ ദൂത് പറഞ്ഞതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ ടൗൺ ഹാളിലെ മീറ്റിംഗിൽ ആന്റിക്ക് ഉണ്ടായ പ്രധാന 3 സാക്ഷ്യങ്ങളും നമ്മൾ കേട്ടു. എങ്ങനെയാണ് ആന്റി ഈ മീറ്റിംഗിൽ വരാനിടയാന്ന് പറയാം? ഞാൻ TV പ്രോഗ്രാം കണ്ടാണ് ഞാൻ ഇതിന് വന്നത്. അപ്പൊ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് TV കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഞാൻ തനിയെ, ആരെയും കൂട്ടിയില്ല, ഞാൻ തനിയെ ഇവിടെ വന്ന് ടൗൺ ഹാളിൽ വന്ന് മീറ്റിംഗിൽ കൂടി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഞാൻ പറയും ഇങ്ങനെ, അവരെ ചിലരൊന്നും വിശ്വസിക്കത്തില്ല, എന്നാലും ഞാനിങ്ങനെ പറഞ്ഞ് കുറെ പേരൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ വൈക്കത്ത് ചർച്ചിൽ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടുകാരിക്കും ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് നോക്ക്, വന്ന് നോക്കി കഴിഞ്ഞിട്ട് ഈ മരുന്നൊന്നും കഴിക്കേണ്ട കാര്യമില്ല, മാറുവാണെങ്കിൽ ദൈവം മാറ്റുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. ആന്റിക്ക് ഉറപ്പുണ്ട് ആന്റിയുടെ ജീവിതത്തിൽ ചെയ്ത ദൈവം ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരിയെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സഭയെ കുറിച്ച് ആന്റിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഈശോയുടെ നല്ല അനുഗ്രഹം ഇനി എല്ലാവർക്കും കിട്ടണം. എനിക്ക് കിട്ടിയതുപോലെ തന്നെ ഈശോയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ജോൺ ബ്രദർ പ്രാർത്ഥിക്കുകയും ദൂത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആന്റിയുടെ ഹൃദയത്തിൽ വ്യക്തിപരമായ എന്തെങ്കിലും ദൈവിക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കർത്താവിനെ അനുഭവിക്കാൻ കഴിഞ്ഞ അങ്ങനെ എന്തെങ്കിലും സാക്ഷ്യങ്ങൾ ആന്റിക്ക് പറയാനുണ്ടോ? ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈശോയാണ് നേരിട്ട് നമ്മളോട് പറയണതായിട്ടാണ് എനിക്ക് തോന്നണത്. എനിക്ക് അന്ന് ദൂത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ശരീരത്തൊരു എന്താ പറയാ, ഒരു ഇതുപോലെ എനിക്കൊരു വൈബ്രേഷൻ പോലെയോ അങ്ങനെ എന്തോ എനിക്ക് തോന്നിയായിരുന്നു, എനിക്ക് അനുഭവിക്കാൻ പറ്റിയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരങ്ങൾ വീശി കർത്താവിനെ സ്തുതിക്കാം. ആന്റി പറയുന്നത്, ജോൺ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ജോൺ ബ്രദറിന്റെ ഉള്ളിൽ യേശു ആന്റിയോട് സംസാരിക്കുന്നത് പോലെ ആന്റിക്ക് തോന്നി. കാരണം ദൈവവചനം പറയുന്നത് അഭിഷിക്തന്മാർ ദൈവത്തിന്റെ പകരക്കാരാണ്, ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. ആന്റിയുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തത്. ആ അത്ഭുതങ്ങളെ വിശ്വാസത്തോടെ നമുക്കും സ്വീകരിക്കാം.